It's a stunning new video tonight of a tornado ripping through western Pennsylvania and the terrifying moment it slammed into a church with worshipers inside. Watch as this tornado rips through western Pennsylvania, shredding rooftops. The National Weather Service preliminarily says the twister was an EF2 with wind speeds of up to 118 miles per hour, leaving some residents forced to seek shelter. The tornado striking in the middle of church services. The severe weather continuing a trend of tornadoes over the weekend. The National Weather Service reports there have been a staggering 746 preliminary tornadoes year to date, some that have recently decimated through the heartland. Huge tornado northeast of Lincoln, Nebraska. Time is 2:54. Oh, Jesus be with these people. A lot of damage. Listen to it! Yeah. This is too much. Violent twisters shooting debris into the sky. Violent tornado, guys! Violent! In all, dozens of tornado reports across multiple states since Friday. And tonight, one area after another has been reduced to rubble. ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്രാ വിവരണങ്ങളിൽ നിന്ന് ഒരല്പം മാറി ടൊർണാഡോകളുടെ ലോകത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതിശക്തമായ ടൊർണാഡോകൾ അമേരിക്കയുടെ മധ്യഭാഗങ്ങളിൽ ആഞ്ഞടിക്കുകയുണ്ടായി. അത്രയും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വിതച്ച ആ ടൊർണാഡോകൾ എല്ലാ വർഷവും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇത്തവണ അങ്ങ് പ്രാവർത്തികമാക്കുകയാണ്. നിങ്ങൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കേരളത്തിൽ എന്നല്ല, അമേരിക്കയുടെ മധ്യഭാഗം ഒഴിച്ച് എവിടെ ജീവിച്ചാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ടൊർണാഡോ എന്ന ഭീകര ജീവികളുടെ ഉപദ്രവം ഉണ്ടാകില്ല. ഭീകരജീവി എന്നൊക്കെ ഞാനൊരു അതിശയോക്തി കലർത്തി പറഞ്ഞതാണ്. എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്നതിലാണ് കാര്യം. നമുക്ക് മഴ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മലയിടിച്ചിൽ, സുനാമി ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമുക്ക് ധാരാളം പരിചയമാണ്. ട്രോപ്പിക്കൽ കാലാവസ്ഥയായതുകൊണ്ട് അവിടെ ജീവിക്കുന്ന മലയാളികൾക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പ്രകൃതി ദുരന്തമാണ് ടൊർണാഡോകൾ. ലോകത്തില് ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ ഉണ്ടാകുന്ന രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. അതും USA-യുടെ മധ്യഭാഗം, അതായത് വടക്ക് നോർത്ത് ഡക്കോട്ടയും മിനസോട്ടയും തൊട്ട് തെക്ക് ടെക്സാസ് വരെയുള്ള ഭാഗം. ഒരു രീതിയിൽ ടൊർണാഡോകൾ എന്നെ അതിശയിപ്പിച്ചിരുന്നു. അപകടകരമാണെങ്കിലും ഭീകരമാണെങ്കിലും അതിന്റെ ഒരു ഭംഗി, ഒരു ഭാഗത്ത് നിന്ന് പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സമതലത്തിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന കാഴ്ച, ആ ഒഴുകി നീങ്ങുന്ന കാഴ്ച മനോഹരമെന്ന് പറയുമ്പോഴും അത് അത്യധികം ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടാണ് ഒഴുകി നീങ്ങുന്നത് എന്ന് ഞാൻ മറന്നിട്ടല്ല പറയുന്നത്. ആ കാഴ്ച, ആ ദൃശ്യം, അത് ഒരു കൗതുകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അതിന്റെ അപകടങ്ങളുടെയും അത് മനുഷ്യരുണ്ടാക്കുന്ന ദുരന്തങ്ങളുടെയും കഥ മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോ അതിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ടൊർണാഡോകൾ, അമേരിക്കയിലെ രാക്ഷസന്മാർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ ഉണ്ടാകുന്ന രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. അതും USA-യുടെ മധ്യഭാഗത്ത്. അമേരിക്കയിൽ 1998 മുതൽ 2022 വരെയുള്ള മാസങ്ങളിൽ ഏപ്രിലിൽ മാത്രം
അടിച്ച ടൊർണാഡോകളുടെ ശരാശരി എണ്ണമാണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഞാനും കുടുംബവും താമസിക്കുന്നത് അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാലിഫോർണിയയിലാണ്. ഞങ്ങൾക്ക് ടൊർണാഡോകളുടെ ശല്യമൊന്നുമില്ല. എന്നാലും ഒരു ടൊർണാഡോയുടെ പുറകെ പോകണം, അത് കാണണം എന്നൊക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഒരു അപകടം പിടിച്ച ആഗ്രഹമാണെന്ന് എനിക്കറിയാം. നമുക്ക് ആദ്യം എന്താണ് ടൊർണാഡോ എന്ന് നോക്കാം. അതിനു മുൻപ് ഒരു മിനിറ്റ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയുടെ മധ്യഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട ചില ഭീകരന്മാരെ ഒന്ന് ചെറുതായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. Tornadoes tore through parts of Iowa and Nebraska, leaving massive damage in their wake. This is the view from above. Much of the neighborhood in Omaha totally leveled. And from the ground, you can see just how powerful they were. Only foundations stand where entire houses were just hours ago. All in all, as many as 80 possible tornadoes touched down on Friday. And the next wave has already begun. This is a twister on the ground in Oklahoma late today. As forecasters fear there may be even more tonight. Yeah, okay, there you go. There you go. Okay, that is this? This is from Navarro County. Okay, that's when it was going through Barry. Okay, yeah. So there's our confirmed tornado from a little bit earlier when it was going through the town of Barry. Shane Brooks. Incredible tornado. Look at it, look up. Oh, wow. Look at that occlusion. Basic occlusion, guys. Westmoreland. Dangerous tornado here. Oh, look at it. Oh my God. Here it comes. It's coming closer. Hear the roar. Here comes the roar. What was that? Debris. It sounded like it hit your side. No, it hit the windshield. Oh. അപ്പോ 1998 മുതൽ 2022 വരെ ആവറേജ് നമ്പർ ഓഫ് ടൊർണാഡോസ് ഇൻ ഏപ്രിൽ പെർ സ്റ്റേറ്റ് ആണ് ഈ മാപ്പിൽ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അതായത് 1998 മുതൽ 2022 വരെ അടിച്ച ശരാശരി ടൊർണാഡോകളുടെ നമ്പർ സ്റ്റേറ്റ് വൈസ് ഓരോ സ്റ്റേറ്റിലും എത്രയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലിപ്പോ താഴെ ഏറ്റവും കൂടുതൽ ടെക്സാസിലാണ്. ഇത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പൊ ഏപ്രിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ മാപ്പിന്റെ ചുവന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്, ചുവന്ന ഭാഗത്താണ് ടൊർണാഡോകൾ കൂടെ അടിച്ചിരിക്കുന്നത്. അത് അമേരിക്കയുടെ നടുവിൽ നിന്ന് വലതുഭാഗത്തേക്കുള്ള അതിന്റെ, അതായത് ഈസ്റ്റ് ഭാഗത്തിന്റെ താഴെയാണ്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ടെക്സാസിൽ ആവറേജ് 25 ടൊർണാഡോകളാണ് ഏപ്രിലിൽ അടിക്കുന്നത്. അതേസമയം ഓക്ലഹോമയിൽ 13ഉം അതിന്റെ മുകളിൽ കാൻസസ് KS അവിടെ 12ഉമാണ്. പിന്നീട് വലതുവശത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അർക്കൻസാസ് ആൻഡ് ലൂസിയാന 9 വീതം, മിസിസിപ്പിയിൽ 16, അലബാമയിൽ 16, ജോർജിയയിൽ 9, ഫ്ലോറിഡയിൽ ചെറുതായിട്ടൊരു 4 എണ്ണം അടിച്ചിട്ടുണ്ട്. അതാണ് ഏപ്രിലിൽ കാണിക്കുന്നത്. എന്നാൽ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം എത്തുമ്പോൾ കഥ അല്പം മാറുകയാണ്. ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത് 1998 മുതൽ 2022 വരെ മെയ് മാസത്തിൽ അടിച്ച ടൊർണാഡോകളുടെ ആവറേജ് ഓരോ സ്റ്റേറ്റിലും എത്രയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏപ്രിലില് ടെക്സാസിൽ 25 ആയിരുന്നെങ്കിൽ മെയ്യില് അത് 38 എണ്ണമാണ്. അതേസമയം ആ കളറ് മാറി നോക്കുക, തെക്ക് ഭാഗത്തു നിന്ന് മാറി നേരെ അത് മുകളിലേക്ക് കയറാൻ തുടങ്ങി, നോർത്തിലേക്ക് മാറാൻ തുടങ്ങി. ഒക്ലഹോമയിൽ 34, കാൻസസിൽ 37, മൊണ്ടാനയിൽ 14, ഇലിനോയ്സിൽ 15, അയോവ 12, നെബ്രാസ്ക 14, കൊളറാഡോ 12. അപ്പൊ ഞാൻ ചുമന്ന കളറുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ. തണുപ്പൊക്കെ മാറി അന്തരീക്ഷം ചൂട് പിടിച്ചു തുടങ്ങുന്ന മാർച്ചിലാണ്
സാധാരണ ടൊർണാഡോകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. മാർച്ച് മാസത്തില് ഓരോ സംസ്ഥാനത്തും അടിക്കുന്ന ശരാശരി ടൊർണാഡോകളുടെ എണ്ണം സ്റ്റേറ്റ് വൈസ് ഓരോ സംസ്ഥാനത്തും എത്രയാണെന്ന് കാണിക്കുന്ന മാപ്പാണ് ഈ കാണുന്നത്. അത് ശ്രദ്ധിച്ചു നോക്കുക. അമേരിക്കയുടെ മധ്യഭാഗത്തെ ഏറ്റവും താഴെയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ടെക്സാസ്. അവിടെയാണ് കാണുന്നത്. പിന്നീട് ഒരല്പം കൂടുതൽ കാണുന്നത് തൊട്ടപ്പുറത്ത് അലബാമയിൽ ഒരു ചെറിയ ചുമന്ന കളറിൽ 9 എണ്ണം കാണുന്നുണ്ട്. ബാക്കിയൊക്കെ ചെറിയ നമ്പറുകളാണ്, 5, 7 എന്നൊക്കെ. ഏപ്രിൽ ആവുമ്പോൾ കഥ മാറും, മെയ് ആവുമ്പോൾ കഥ മാറും. എന്നാൽ നമ്മൾ മെയ് കഴിഞ്ഞ് ജൂൺ മാസം ആവുന്നതോടെ ടൊർണാഡോകൾ തെക്ക് നിന്ന് വടക്കോട്ട് മാറും. നമ്മൾ കണ്ടതാണ്. മാർച്ചിൽ അത് ടെക്സാസിൽ മാത്രമായിരുന്നു. ഏപ്രിലില് അത് 2-3 സ്റ്റേറ്റുകളിലേക്ക് പടർന്നു. മെയ്യില് വീണ്ടും അത് പതുക്കെ നോർത്തിലേക്ക് വന്നു. ജൂൺ ആകുമ്പോൾ ഈ ടൊർണാഡോകൾ കൂടുതലായിട്ട് കാണുന്നത് അമേരിക്കയുടെ മധ്യഭാഗത്തിന് നോർത്ത് ആയിട്ടുള്ള ആ ഭാഗത്താണ്. ഇപ്പോൾ ഈ മാപ്പിൽ നിങ്ങൾക്ക് ആ ചുമന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ടെക്സാസിൽ സ്റ്റില്ലുണ്ട്. പക്ഷെ അതിന് ചുറ്റുമുള്ള മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കുറഞ്ഞു. പക്ഷെ കൂടുതൽ ടൊർണാഡോകൾ പിന്നീട് കാണുന്നത് അമേരിക്കയുടെ മധ്യഭാഗത്ത് തന്നെ നോർത്ത് ഭാഗത്തായിട്ടാണ്. ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ നോർത്ത് ഡെക്കോട്ടയിൽ 13, അതിന്റെ വലതു ഭാഗത്ത് മിനസോട്ടയിൽ 14, സൗത്ത് ഡിക്കോട്ട 12, നെബ്രാസ്ക 17, കാൻസസ് 17, കൊളറാഡോ 13, പിന്നെ ഏറ്റവും വലതുവശത്തെ 2 സ്റ്റേറ്റുകളും കൂടി കാണിക്കുന്നുണ്ട്. അയോവ 14, ഇല്ലനോയ്സ് 12. അപ്പൊ ഇവിടെയൊക്കെയാണ് ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ അടിക്കുന്നത്. ഇനി ജൂലൈ ആകുമ്പോഴേക്കും അത് അമേരിക്കയുടെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് മാറും. അവിടെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുക. ഇവ എന്തുകൊണ്ടാണ് ഇങ്ങനെ തെക്ക് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ ഇതിന്റെ പുറകിലെ കാരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് വടക്കേ അമേരിക്കയുടെ ടൊർണാഡോ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഓരോ സംസ്ഥാനവും കവർ ചെയ്തിരിക്കുന്നത് ആ സംസ്ഥാനങ്ങളിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട ടൊർണാഡോകളുടെ ഏറ്റവും കൂടിയ എണ്ണം അനുസരിച്ചാണ്. ഇന്നുവരെയുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രം അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എത്ര ടൊർണാഡോകളാണ് ഒരു ദിവസം അടിച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഈ മാപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും താഴെ ടെക്സാസിൽ ഒരു ദിവസത്തിൽ അടിച്ച ഏറ്റവും കൂടുതൽ ടൊർണാഡോകളുടെ എണ്ണം 66 ആണ്. അപ്പൊ അവിടെ ഏതോ ഒരു ദിവസത്തിൽ മാത്രം 66 ടൊർണാഡോകളാണ് ടെക്സാസിൽ അടിച്ചിരിക്കുന്നത്. ഒക്ലഹോമയിലെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഒരു ദിവസം 58 ആണ്. കാൻസസിലാണ് ഏറ്റവും കൂടുതൽ 70, നെബ്രാസ്കയിൽ 34, സൗത്ത് ഡിക്കോട്ടയിൽ 66, നോർത്ത് ഡിക്കോട്ടയിൽ 24, മിനസോട്ടയിൽ 48. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സ്റ്റേറ്റുകളെല്ലാം അമേരിക്കയുടെ മധ്യഭാഗത്തുള്ള സ്റ്റേറ്റുകളാണ്. എന്നാൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ടൊർണാഡോകൾ അടിച്ച റെക്കോർഡ് ഇവർക്കൊന്നും അവകാശപ്പെട്ടതല്ല. അത് ടെന്നീസി സംസ്ഥാനത്തിനാണ്, 72. It's gonna cross right here. Oh my gosh. Right down Oh, there. Brett. What the? Oh, I can't believe this getting my Oh my god. I'm fine with this view. I am too. No one's coming down the road. No. This is too much. Listen to it. Yeah. Boy, I hope we have the internet right now. I do too. Oh my gosh. Stream. ഇവിടെ മാർച്ച് തൊട്ട് ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ് ടൊർണാഡോകൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ആ സമയത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. മറ്റു മാസങ്ങളിലൊന്നും ഇത്രയധികം ദുരന്തം വിതയ്ക്കുന്ന ടൊർണാഡോകൾ ഇവിടെ ഉണ്ടാകാറില്ല. നമുക്ക് ഇനി ടൊർണാഡോകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ടൊർണാഡോകൾ ഉണ്ടാകുന്നത് ആസ് എ റിസൾട്ട് ഓഫ് കോംപ്ലക്സ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, അതായത് അന്തരീക്ഷത്തിലെ വളരെ സങ്കീർണമായ അവസ്ഥകളുടെ ഫലമായിട്ടാണ് ഈ ടൊർണാഡോകൾ ഉണ്ടാകുന്നത്. ഞാൻ അതിനെ ചുഴലിക്കാറ്റെന്നോ അല്ലെങ്കിൽ കറങ്ങുന്ന കൊടുങ്കാറ്റ് എന്നൊക്കെ വിളിച്ച് അതിന്റെ ഭീകരത കളയുന്നില്ല. ഞാൻ അതിനെ ടൊർണാഡോകൾ എന്ന് തന്നെയാണ് ഞാൻ ഈ മൊത്തം വീഡിയോയിലും അതിനെ വിളിക്കാൻ പോകുന്നത്. ആ പേര് പറയുമ്പോൾ മാത്രമാണ് നമുക്കത് പ്രധാനമായിട്ടും അതിന്റെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുന്നത്. മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തകാലം തുടങ്ങുമ്പോഴും അത് കഴിഞ്ഞ് വേനൽക്കാലം വരുന്നതിന് മുമ്പും ആണ് ഇത് സംഭവിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെ. മഞ്ഞുകാലം കഴിയുന്നത് ഏതാണ്ട് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആകുമ്പോഴാണ്. മാർച്ച് കഴിയുമ്പോഴേക്കും വസന്തം വരും, സ്പ്രിംഗ് സീസൺ വരും, അത് കഴിഞ്ഞ് സമ്മർ ആകും, വേനൽക്കാലം. അപ്പോൾ ഈ മാസങ്ങളിലാണ് തണുപ്പും ചൂടും കൂടിക്കലർന്ന ഒരു കാലാവസ്ഥ, ഒരു എയറിന്റെ ഒരു ഒഴുക്ക് ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുക. അതാണ് ഈ ടൊർണാഡോയ്ക്ക് പ്രധാനമായിട്ടും കാരണമാകുന്നത്. മഞ്ഞുകാലത്ത് വായു വല്ലാതെ തണുത്തിരിക്കും.
അങ്ങനെ തണുത്ത ഡ്രൈ എയർ, അതായത് ഈർപ്പമില്ലാത്ത തണുത്ത കാറ്റ് ആണൊന്ന്. വസന്തകാലം എത്തിക്കഴിയുമ്പോഴേക്കും പതുക്കെ കൂടുതൽ സൺലൈറ്റ് വരും, ഭൂമി പതുക്കെ ചൂട് പിടിക്കാൻ തുടങ്ങും. അതുപോലെ വേനൽക്കാലത്തിലേക്ക് അടുക്കും തോറും ഭൂമിയും ഭൂമിയുടെ മുകളിലുള്ള വായുവും കൂടുതലായിട്ട് ചൂട് പിടിക്കും. വേനൽക്കാലത്ത് ചൂട് പിടിക്കും, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ മൊത്തം ചൂടായിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ തണുപ്പുള്ള സമയത്ത് എവിടെയാണ് ചൂട് വരുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ വസന്തകാലം കഴിയുമ്പോൾ, അതുപോലെ വേനൽക്കാലത്തിന് മുമ്പ് ചൂട് പിടിക്കുന്ന ഭൂമിയും അതിനു മുകളിലുള്ള ചൂട് പിടിച്ച വായുവും, ഇതാണ് രണ്ടാമത്തെ ഒരവസ്ഥ. അതായത് ഈർപ്പമില്ലാത്ത തണുത്ത കാറ്റും ഈർപ്പം കൂടിയ ചൂടുള്ള കാറ്റും ഇത് ഒരുമിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ടൊർണാഡോകൾ. ഈ രണ്ട് കാറ്റുകളും കൂടിക്കലരുമ്പോൾ ഇതിലുള്ള വായുവും ജലവും ഭീമാകാരവും അപകടകരവുമായ രീതിയിൽ ഒരു ഭണൽ പോലെയുള്ള അതിവേഗത്തിലേക്ക് കറങ്ങുന്ന ഒരു രൂപത്തിലേക്ക് മാറും. പതുക്കെ ഇതിന്റെ മുകൾ ഭാഗം ഇടിവെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള കാർമേഘങ്ങളെ പോലെ ഭീമാകാരമായ രൂപത്തിലാകും. പിന്നീട് ഇതിന്റെ കറങ്ങുന്ന വായുവിന്റെ മറ്റേ അറ്റം, താഴെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഇത് ഭൂമിയിൽ തൊടും. അങ്ങനെ ഭൂമിയിൽ തൊടുമ്പോഴാണ് ഇതിനെ ടൊർണാഡോ എന്ന് വിളിക്കുന്നത്. ഞാൻ ഇതിനെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ടൊർണാഡോകൾ ഉണ്ടാകുന്നത് ഒരു 5-6 സ്റ്റെപ്പിലാണ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകണം. അതായത് അന്തരീക്ഷത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ, തണുപ്പും ചൂടും കൂടി ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ. സാധാരണ ടൊർണാഡോകൾ ഉണ്ടാകുന്നത് സിവിയർ തണ്ടർസ്റ്റോം, ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊടുങ്കാറ്റ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആ സമയത്ത് വലിയ കാർമേഘങ്ങൾ ആകാശത്തിലുണ്ടാകും. ആ സമയത്ത് ഭൂമിയുടെ തൊട്ടു മുകളിൽ ഈർപ്പമുള്ള ചൂടുവായു ഉണ്ടായിരിക്കും. ഇത് പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നാല്, മുകളിലുള്ള തണുത്ത വായുവുമായിട്ട് അത് കൂടിക്കലർന്നാല് അന്തരീക്ഷത്തിൽ സങ്കീർണമായ ഒരവസ്ഥയുണ്ടാകും, ഒരു ഇൻസ്റ്റെബിലിറ്റി. ഇതിനെയാണ് അറ്റ്മോസ്ഫിയറിക് ഇൻസ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ടൊർണാഡോ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാതിരിക്കാം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് എ സൂപ്പർ സെൽ എന്നാണ്. അതായത് ശക്തമായ ഇടിയും മിന്നലും ഉണ്ടാക്കുന്ന ഈ കൊടുങ്കാറ്റിന്റെ അവസ്ഥ ചിലപ്പോ ഒരു സൂപ്പർ സെൽ ഉണ്ടാവാൻ കാരണമാകും. അതായത് സൂപ്പർ സെൽ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് തണ്ടർസ്റ്റോം, വട്ടം കറങ്ങുന്ന ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളും. ഇതിനെയാണ് സൂപ്പർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡ് പാർട്ട് ഫോർമേഷൻ ഓഫ് സൂപ്പർ സെൽ ആണ്. അപ്പൊ ഒന്നാമത്തെ അറ്റ്മോസ്ഫിയറിക് ഇൻസ്റ്റെബിലിറ്റി കഴിഞ്ഞ് അതൊരു സൂപ്പർ സെൽ ഫോം ചെയ്യാൻ കാരണമാകാം. മൂന്നാമത്തെ പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫ് എ മെസോസൈക്ലോൺ. മെസോസൈക്ലോൺ ഉണ്ടാകുന്നത്, മെസോസൈക്ലോൺ എന്ന് പറഞ്ഞാല് മുകളിൽ പറഞ്ഞ സൂപ്പർ സെൽ എന്ന് പറയുന്നത് വട്ടം കറങ്ങുന്ന ഒരു കൊടുങ്കാറ്റ്. അതിങ്ങനെ നമ്മുടെ ഭൂമിക്ക് മുകളിലായിട്ട് ഇങ്ങനെ വലിയ ചുഴലിക്കാറ്റ് പോലെ മുകളിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ആ കൊടുങ്കാറ്റിനകത്ത് വട്ടം കറങ്ങി ഉയരുന്ന ചൂടുകാറ്റ് രൂപപ്പെടും. സാധാരണ മേഘങ്ങളിലും കൊടുങ്കാറ്റുകളിലൊക്കെ തണുപ്പാണ്, പക്ഷെ അതിൽ ചൂടുകാറ്റ് രൂപപ്പെടും. ഈ കൊടുങ്കാറ്റിനകത്തേക്ക് താഴെ നിന്നുള്ള ചൂടുകാറ്റ് എത്തി അവിടെ കിടന്ന് കറങ്ങുന്ന ഒരവസ്ഥ, അതിനെയാണ് മെസോസൈക്ലോൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കൊടുങ്കാറ്റിന്റെ വായു പല തലങ്ങളിലാണെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ തണുപ്പും ചൂടുമൊക്കെ ഉള്ള കാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് മുകളിലും താഴെയുമൊക്കെ ആയിട്ട് പല ലെയറിലായിരിക്കും ഈ കാറ്റുകൾ. അതുപോലെ ഇത് പല ദിശകളിലേക്കായിരിക്കും നീങ്ങുന്നത്. ഒന്ന് കിഴക്കോട്ട് നീങ്ങിയാൽ മറ്റൊന്ന് ചിലപ്പോൾ വടക്കോട്ടായിരിക്കും നീങ്ങുന്നത്, അല്ലെങ്കിൽ തെക്കോട്ടായിരിക്കും നീങ്ങുന്നത്. അങ്ങനെ പല ദിശകളിലേക്ക് നീങ്ങുന്ന കാറ്റുകളായിരിക്കും ഈ മെസോസൈക്ലോണിന്റെ അകത്ത് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് മുകളിലുള്ള കാറ്റ് ഒരു ദിശയിലേക്കാണെങ്കിൽ താഴെയുള്ള കാറ്റ് എതിരായ ദിശയിലേക്കാകാം. ഇങ്ങനെയുള്ള കാറ്റുകൾ രൂപപ്പെട്ടാൽ കാറ്റ് സമാന്തരമായി, അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. നാലാമത്തെ സ്റ്റേറ്റ് ടിൽറ്റഡ് അപ്പ് ഡ്രാഫ്റ്റ് എന്നതാണ്. ഇപ്പോ മുകളിൽ ഇങ്ങനെ സമാന്തരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റാണ് നമ്മളിപ്പോ കാണുന്നത്, ഒരു കൊടുങ്കാറ്റ്. ഇങ്ങനെ കറങ്ങുന്ന ഒരു കാറ്റുള്ള സമയത്ത് താഴെ നിന്ന് ചൂടാകുന്ന വായു പെട്ടെന്ന് ശക്തിയായിട്ട് മുകളിലേക്ക് ഉയർന്നാൽ, ചൂടുള്ള കാറ്റ് മുകളിലേക്ക് ഉയരുന്ന ഭാഗത്ത് മർദ്ദം കുറയും. ചുറ്റും കൂടിയ മർദ്ദം കൂടി ഒന്ന് ചെരിഞ്ഞ് ഈ സമാന്തരമായിട്ട് ഹൊറിസോണ്ടലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റിനെ അത് പതുക്കെ ചെരിച്ച് ഈ കാറ്റ് ലംബമായി അല്ലെങ്കിൽ വെർട്ടിക്കലായ ഒരു കാറ്റായിട്ട് രൂപം കൊള്ളാൻ തുടങ്ങും. ഇങ്ങനെ വെർട്ടിക്കലായി കറങ്ങുന്ന കാറ്റ് പെട്ടെന്ന് വലുതാകുകയും കാറ്റിന്റെ കറക്കത്തിന് ശക്തി കൂടുകയും ചെയ്യും. കാരണം അതിലെ ചൂടും തണുപ്പും ഒക്കെ
ഉള്ളത് കൊണ്ട് അതിന് വളരെയധികം ശക്തി കൂടും. അവസാനം ദിസ് ഫോംസ് എ വെർട്ടിക്കൽ കോളം ഓഫ് റൊട്ടേറ്റിംഗ് എയർ. അതായത് ഇത് വെർട്ടിക്കലായിട്ട് ലംബമായിട്ട് കറങ്ങുന്ന ഭീമാകാരനായ ഒരു കൊടുങ്കാറ്റായിട്ട് രൂപപ്പെടും. ഈ അവസ്ഥയിലാണ് ഒരു ടൊർണാഡോ ഉണ്ടാകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഈ സമയത്താണ് ടൊർണാഡോ വാണിങ്ങുകളൊക്കെ പുറത്തേക്ക് വിടുന്നത്. അഞ്ചാമത്തെ അവസ്ഥ ഫോർമേഷൻ ഓഫ് ഫണൽ ക്ലൗഡ് ആണ്. അതായത് ഫണൽ പോലെയുള്ള ഒരു മേഘം അത് രൂപപ്പെടുക. ഇതുവരെ ഈ കാറ്റ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശത്ത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കറക്കത്തിന്റെ ഫലമായിട്ട് കാറ്റിന്റെ ബേസ് എന്ന് പറഞ്ഞാല് മുകളില് ഭീമാകാരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ്, അതിന്റെ ഈ കറക്കത്തിന്റെ ഫലമായിട്ട് കൊടുങ്കാറ്റിന്റെ ബേസിൽ നിന്ന് കാറ്റ് താഴേക്ക് നീളാൻ തുടങ്ങിയാൽ ഈ കൊടുങ്കാറ്റ് ഒരു ഫണലിന്റെ രൂപത്തിലേക്ക് മാറും. ഇതിനെ ഫണൽ ക്ലൗഡ് അല്ലെങ്കിൽ ഫണൽ മേഘം എന്നാണ് വിളിക്കുക. ഇത് കണ്ടാൽ നമുക്കറിയാം ടൊർണാഡോ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ടൊർണാഡോ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഇതുവരെ അത് ടൊർണാഡോ ആയിട്ടില്ല. ഇങ്ങനെയുള്ള ഫണൽ മേഘങ്ങളിൽ പലതും താഴേക്ക് വന്ന് ഭൂമിയിൽ തൊടണമെന്നില്ല. ഫണൽ മേഘങ്ങൾ ഭൂമിയിൽ തൊടുന്നത് വരെ ഈ കൊടുങ്കാറ്റിനെ നമ്മൾ ടൊർണാഡോ ആയിട്ട് കണക്കാക്കാറുമില്ല. ആറാമത്തെ സ്റ്റെപ്പാണ് ടച്ച് ഡൗൺ. അപ്പൊ നേരത്തെ പറഞ്ഞ 5 സ്റ്റെപ്പുകളിലൂടെ 1 by 1 ആയിട്ട് കടന്നുപോയി വിജയകരമായി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആറാമത്തെ സ്റ്റെപ്പിലേക്ക് അത് വരികയാണെങ്കിൽ ഇതാണ് ടൊർണാഡോ ഉണ്ടാകുന്നതിന്റെ അവസാന സ്റ്റെപ്പ്. അന്തരീക്ഷവും അതിന്റെ അപ്പോഴത്തെ അവസ്ഥയും ഒക്കെ അനുയോജ്യമായി വന്നാൽ മാത്രം ഈ ഫണൽ മേഘം എന്ന കറങ്ങുന്ന കൊടുങ്കാറ്റിന്റെ ഫണലിന്റെ വാൽഭാഗം താഴേക്ക് നീണ്ട് ഭൂമിയിൽ തൊടും. അങ്ങനെ തൊടുമ്പോഴാണ് അതിനെ നമ്മൾ ടൊർണാഡോ എന്ന് വിളിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് തൊടുന്നതിന്. ഈ കൊടുങ്കാറ്റിന്റെ അറ്റം താഴെ തൊടുമ്പോഴുള്ള പ്രത്യേകത അതിന്റെ അതിഭീകരമായ കറക്കവും ആ കറക്കത്തിൽ അത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന വസ്തുക്കളുമാണ്. അതാണ് ഇതിന്റെ ഭീകരത. അതുകൊണ്ടാണ് അതിനെ ഭൂമിയിൽ തൊടുമ്പോൾ മാത്രം നമ്മൾ ഇതിനെ ടൊർണാഡോ എന്ന് പേര് വിളിക്കും. ഈ ടൊർണാഡോയുടെ കീഴ്ഭാഗം കടന്നു പോകുന്നത് കെട്ടിടങ്ങളിലൂടെയാണെങ്കിൽ ഈ കെട്ടിടങ്ങളൊക്കെ ടൊർണാഡോവിന്റെ ഭീകരമായ കറക്കത്തില് നമ്മുടെ തീപ്പെട്ടിക്കൂടുകൾ പോലെ പൊടിഞ്ഞ് കശക്കി നിമിഷ നേരങ്ങൾ കൊണ്ട് കഷ്ണങ്ങളായിട്ട് മാറും. എന്നാൽ അത് മരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ മരത്തിന്റെ ശാഖകളും അതിന്റെ മറ്റു ചില്ലകളും ഒക്കെ പിഴുതെറിയപ്പെടും. വഴിയിലുള്ള എല്ലാത്തിനെയും കശക്കിയെടുത്ത് പൊടിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ടായിരിക്കും അതിശക്തമായ ഒരു ടൊർണാഡോയുടെ കടന്നുപോക്ക്. ചുരുക്കി പറഞ്ഞാൽ ഒരു ടൊർണാഡോ രൂപം കൊള്ളുന്നതിന് നേരത്തെ പറഞ്ഞ അത്രയും സ്റ്റെപ്പുകൾ വേണം. ആദ്യമായി അറ്റ്മോസ്ഫിയറിക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകണം. അതായത് അന്തരീക്ഷത്തിൽ ഒരു അസ്ഥിരത ഉണ്ടാകണം. ചൂടും തണുപ്പും ഉള്ള കാറ്റുകൾ ഭയങ്കരമായ രീതിയിൽ അവ പരസ്പരം കൂട്ടിമുട്ടണം. ഒരു സൂപ്പർ സെൽ കൊടുങ്കാറ്റ് രൂപം കൊണ്ട് അത് ഹൊറിസോണ്ടലായി കറങ്ങുന്ന ഒരു കാറ്റായി മാറണം. അങ്ങനെ അവിടെ ഒരു മെസോ സൈക്ലോൺ ഉണ്ടാകണം. പിന്നെ അത് വെർട്ടിക്കലായി കറങ്ങുന്ന ഒരു കൊടുങ്കാറ്റായിട്ട് രൂപം മാറണം. അതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ താഴെ നിന്ന് ചൂട് കാറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിന് ചുറ്റുമുള്ള തണുത്ത കാറ്റ് വളയുകയും അതിനെ ഹൊറിസോണ്ടലായി കറങ്ങുന്ന കാറ്റിൽ നിന്ന് അതിനെ വെർട്ടിക്കലായി കറങ്ങുന്ന കാറ്റായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ഈ ശക്തമായി കറങ്ങുന്ന ഫണൽ മേഘത്തിന്റെ വാൽ നീണ്ട് ഭൂമിയിൽ തൊടണം. ഇത്രയും കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഫലപ്രദമായി മാറി ഇങ്ങനെ വരണം ഒരു ടൊർണാഡോ രൂപം കൊള്ളാൻ. രാത്രിയിൽ ആഞ്ഞടിക്കുന്ന ഒരു ടൊർണാഡോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. 2021 ഞാൻ സൂക്ഷിച്ചു വെച്ച ഒരു വീഡിയോയിൽ നിന്നാണ് ഞാൻ ഈ രാത്രിയിലെ ടൊർണാഡോ നിങ്ങളെ കാണിക്കുന്നത്. നമുക്കിനി ഈ ടൊർണാഡോകൾ എങ്ങനെയാണ് മനുഷ്യന് അപകടകരമാവുന്നതെന്ന് നോക്കാം. ഒന്ന്, അതിശക്തമായി കറങ്ങുന്ന കൊടുങ്കാറ്റായതുകൊണ്ടാണ്. അതിന്റെ വഴിയിലകപ്പെട്ടാൽ ബാക്കി കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാനുള്ളൂ. Here, this is what the candle factory here looked like last year, and this is what it looks like now. 110 people were inside when it hit. Only 40 have been rescued so far. പിന്നെ ടൊർണാഡോ പിഴുതെടുത്ത് പൊട്ടിച്ച് വലിച്ചെറിയുന്ന വസ്തുക്കളിൽ നിന്ന് അപകടമുണ്ടാകാം. അതായത് ടൊർണാഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിടങ്ങളിലൂടെയോ മരങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ അതിനെയൊക്കെ പൊടിച്ച് തകർത്ത് കളയും എന്ന് പറഞ്ഞു. അങ്ങനെ തകർത്ത് കളയുമ്പോൾ അതിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ടൊർണാഡോയിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഇങ്ങനെ വട്ടം കറങ്ങുന്നതുകൊണ്ടാണ് ഇതിന് ഈ ടൊർണാഡോകൾക്ക് ട്വിസ്റ്റേഴ്സ് എന്ന വേറൊരു പേരിലും ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെ വലിയ കഷ്ണങ്ങളായ പല വസ്തുക്കളും, മരക്കഷ്ണങ്ങള്, പൊട്ടിയ ചില്ലുകള്, പൊട്ടിയ ഗ്ലാസുകള്, മെറ്റൽ കഷ്ണങ്ങള്, ആണികള്, കല്ലുകള്, വയറ്, കേബിൾ, ഷീറ്റ് മെറ്റൽ എന്ന് വേണ്ട ഒരു കെട്ടിടം പണിയുവാൻ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുവോ, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനകത്ത് നമ്മൾ എന്തൊക്കെ കൊണ്ടുപോയി ഒരുക്കി വയ്ക്കുന്നുവോ, ഇതൊക്കെയാണ് ചെറുതും വലുതുമായ കഷ്ണങ്ങളായി ഈ വലിയ മിക്സി പോലെയുള്ള ഈ സാധനത്തിനകത്തേക്ക് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. അതും ശക്തമായ വേഗതയിൽ.
ഈ കഷ്ണങ്ങളിൽ ഒന്ന് ദേഹത്ത് വന്നിടിച്ചാൽ എത്രമാത്രം അപകടമാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ അപകടം. We're okay. They survived here in the bathroom. പിന്നെ മറ്റൊന്ന്, ടൊർണാഡോ ഉണ്ടാകണമെങ്കിൽ ഒരു വ്യവസ്ഥ ഈർപ്പം നിറഞ്ഞൊരു ചൂടുകാറ്റാണെന്ന് പറഞ്ഞിരുന്നു. ഈർപ്പം നിറഞ്ഞ ചൂടുകാറ്റ് എന്ന് വെച്ചാൽ അവിടെ വെള്ളമുണ്ട്. അപ്പൊ ടൊർണാഡോയുടെ ഈ ചൂടുകാറ്റ് നിൽക്കുന്ന ആ ഭാഗത്ത് നല്ല മഴയായിരിക്കും എന്ന് സാരം. ഇവിടെ പ്രധാനമായിട്ടും ടൊർണാഡോകൾ അടിക്കുന്ന സമയത്ത് അതിനുള്ള വാർണിങ്ങുകൾ അല്ലെങ്കിൽ അറിയിപ്പുകളൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ നേരത്തെ ടൊർണാഡോ ഫോം ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ഈ ടൊർണാഡോ വാർണിംഗ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. 4ാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ വാർണിങ്ങൾ കൊടുക്കുക. അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയാൽ, ഒരു വാർണിംഗ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാനാകും? പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, ചെയ്യേണ്ടതൊക്കെ ടൊർണാഡോ ചെയ്തോളും. പക്ഷെ നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടി എവിടെയെങ്കിലും സുരക്ഷമായ ഒരു സ്ഥലത്ത് ഒളിക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബേസ്മെന്റ് ആണ്. അവിടെയാണ് എല്ലാവരും ഒളിക്കുക. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലുള്ള ഒരു മുറി. ഇനി വലിയ വലിയ കെട്ടിടങ്ങള് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ജനാലകളിൽ നിന്നൊക്കെ അകന്ന്, അതിന്റെ പ്രത്യേകിച്ച് പുറം ഭാഗത്ത് വളരെയധികം ചില്ലുകളും ചില്ല് വെച്ച ജനാലുകളും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ അകന്ന് ഏറ്റവും അകത്തുള്ള സുരക്ഷിതമായ മുറികളിലാണ് സാധാരണ ഒളിക്കുന്നത്. കാരണം ഈ ടൊർണാഡോ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള ജനാലുകളിലെ ചില്ലുകളും ഒക്കെ തകർന്ന് തരിപ്പണമാകും. അതെല്ലാം കുപ്പിച്ചലെല്ലാം ദേഹത്ത് തെറിക്കാനും കുത്തിക്കൊള്ളാനും മരിക്കാനും ഒക്കെ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ ചുരുക്കത്തിൽ ഓരോ വർഷവും ഒരു ടൊർണാഡോ ഡ്രിൽ നടത്തുക, അതായത് ടൊർണാഡോ നാടകം അരങ്ങേറുക. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ടൊർണാഡോ വരുന്നു എന്ന് അനൗൺസ് ചെയ്യും. അങ്ങനെ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ടൊർണാഡോ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും നമ്മൾ പഠിപ്പിക്കും. ടൊർണാഡോ വന്നാൽ ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്. ദിസ് ഈസ് വാട്ട് വി സപ്പോസ് ടു ഡു. ഞങ്ങൾക്കിവിടെ ഓഫീസുകളിൽ ഫയർ ഡ്രിൽ ഉണ്ടാകാറുണ്ട്. അതായത് ഓഫീസ് കെട്ടിടത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പ്രധാനമായിട്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ലിഫ്റ്റ് എടുക്കാൻ പാടില്ല. 50 നിലയാണെങ്കിലും 50 നിലയും നമ്മൾ സ്റ്റെപ്സ് വഴി ഇറങ്ങി താഴേക്ക് പോകണം. ഈ കെട്ടിടത്തിൽ നിന്ന് അകന്നു പോകണം. അങ്ങനെ പല സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെയുള്ള ഡ്രില്ലുകൾ ഈ ടൊർണാഡോയുടെ കാര്യത്തിൽ നടത്തുക. അതുപോലെ ടൊർണാഡോ വന്നു പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ പലരും പല സ്ഥലത്തായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവരെല്ലാവരും ഈ ടൊർണാഡോയുടെ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ എവിടെയാണ് ഒരുമിച്ച് കൂടേണ്ടതെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിക്കുക. ഇവിടെ ടൊർണാഡോകളെ ചേസ് ചെയ്യുന്നവരുണ്ട്, അതിന്റെ പുറകെ പോകുന്നവര്, പുറകെ പോയി അതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ എടുക്കുന്നവര്. നമുക്ക് വളരെയധികം വെബ്സൈറ്റുകൾ അവരുടെ കാണാൻ കഴിയും. സത്യത്തിൽ എനിക്കൊരു ടൊർണാഡോ ലൈവായി കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് അപകടകരമാണ്. എങ്കിലും ഒരു ടൊർണാഡോ ചേസ് നടത്തണമെന്ന് എനിക്കും ഒരു ചെറിയ ആഗ്രഹമുണ്ട്. പ്രകൃതിയിൽ പല കാരണങ്ങൾ ഒത്തുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ ടൊർണാഡോയെ കാണുന്നത്. അതിന്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ വളരെ അപകടമാണ്. പക്ഷെ നമുക്ക് വളരെ അകന്നു നിന്ന് ടൊർണാഡോകൾ വരുന്ന വഴിയിലൂടെ അകന്നു നിന്ന് സഞ്ചരിച്ച് നമുക്ക് സമതലങ്ങളിൽ അതിന്റെ നീക്കം കാണാനും അത് വീഡിയോ ചെയ്യാനും ഒക്കെ കഴിയും. അങ്ങനെ ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ തന്നെ സജീവമായിട്ടുള്ള ഒരു അഗ്നിപർവ്വതം, ഒഴുകിയിറങ്ങുന്ന ലാവ, ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ കണ്ടിരിക്കേണ്ടതെന്നാണ് എന്റെ ഒരു തോന്നലൊക്കെ. അതൊക്കെ പോകട്ടെ, നമുക്ക് ഈ കഥയിലേക്ക് തന്നെ വരാം. അമേരിക്കയിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും ഭീകരന്മാരായ ടൊർണാഡോകളുടെ ചരിത്രം എടുത്താൽ 1ാം സ്ഥാനത്ത് 1925 മാർച്ച് 18 മൊണ്ടാന, ഇലിനോയ്സ്, ഇൻഡ്യാന ഈ 3 സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിച്ച ഒരു ടൊർണാഡോയാണ്. 695 പേരാണ് ആ ടൊർണാഡോയുടെ താണ്ഡവത്തിൽ കൊല്ലപ്പെട്ടത്. 695 പേർ. ഒരു ദിവസം ഉണ്ടായ ഒരു ടൊർണാഡോയുടെ പോക്കിൽ
കൊല്ലപ്പെട്ടവരുടെ എണ്ണമാണ് 695. അതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അപകടമുണ്ടായത്. ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാം, എല്ലാ ടൊർണാഡോകളും നാശം വിതച്ചിരിക്കുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. ഏറ്റവും അപകടം വിതച്ച ടൊർണാഡോകളുടെ ലിസ്റ്റിൽ അതിൽ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ളത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 2011 മെയ് 22-ാം തീയതി മൊണ്ടാനയിലെ ജോപ്ലിൻ എന്ന സ്ഥലത്ത് 158 പേരെ കൊന്ന ഒരു ടൊർണാഡോയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഏത് സമയത്തും സ്വന്തം വീട് വെറും നിമിഷങ്ങൾ കൊണ്ട് കശക്കി കഷ്ണങ്ങളാക്കി വലിച്ചെറിയപ്പെടും എന്ന ആശങ്കയില്ലാതെ അമേരിക്കയുടെ മധ്യഭാഗത്തുള്ള സംസ്ഥാനങ്ങൾക്ക് പുറത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവർ ആ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്. പക്ഷേ അത്തരം ഒരു ഭയപ്പാടോടെ ജീവിക്കുന്നവരാണ് അമേരിക്കയിലെ മധ്യഭാഗത്ത് ജീവിക്കുന്നവർ. എന്ന് കരുതി നമുക്ക് സുഖമാണെന്നും വേറൊരു പ്രശ്നമില്ലെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമുക്കും ഒന്നിനു പുറകെ ഒന്നായി വേറെ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് പ്രകൃതി നിയമമാണ്. ഭൂമി എന്ന ഈ വലിയ ഗോളം ഒരു നക്ഷത്രത്തിന് ചുറ്റും ഏകദേശം 23 ഡിഗ്രി ചെരിഞ്ഞ് മണിക്കൂറിൽ 1000 മൈൽ വേഗതയിൽ, അതായത് 1600 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കറങ്ങുന്നത് കൊണ്ടും ഭൂമിക്ക് ഒരു അന്തരീക്ഷമുള്ളത് കൊണ്ടും ഭൂമിയുടെ ഉപരിതലത്തിലെ 2/3 ഭാഗത്തും വെള്ളമായതുകൊണ്ടും ഭൂമിയുടെ ഉപരിതലം ടെക്ടോണിക് പ്ലേറ്റുകളിൽ നിൽക്കുന്നു എന്നതുകൊണ്ടും ഇങ്ങനെ 100 കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും പതിവ് പോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിയുന്നത്ര അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടേയിരിക്കും. അതിനൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഞാനപ്പോൾ ടൊർണാഡോയുടെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അതങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ നമ്മൾ അവിടെ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ വീട് മൊത്തം ഇല്ലാതെയായി പോകും എന്നൊരു പേടി നമുക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണ്, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വീടിന് 3-4 മുറികളുണ്ട്, അല്ലെങ്കിൽ 2 മുറികളുണ്ട്, അല്ലെങ്കിൽ 10 മുറികളുണ്ട്, എന്തെങ്കിലും ആകട്ടെ. ഒരു വീടുണ്ട്, വീട്ടിനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു അറിയിപ്പ് വരുന്നു, ഒരു ടൊർണാഡോ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒന്നുകിൽ എവിടെയെങ്കിലും പോയി ഒളിക്കാം അകത്ത് തന്നെ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോകാം. ടൊർണാഡോ വരുന്ന വഴിയിൽ നിന്ന് മാറി അകലേക്ക് പോകാം. അപ്പോൾ ടൊർണാഡോ വന്ന് നിങ്ങളുടെ വീടിന്റെ മുകളിലൂടെ പതുക്കെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് നോക്കുമ്പോൾ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ സുഖമായി വിശ്രമിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ വീട് ഒന്നും പറ്റാതെ ഭംഗിയായി വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കന്മാരോ ആരോ പണിയിച്ചതോ നിങ്ങൾ വാങ്ങിയതോ ആയ വീട് കംപ്ലീറ്റ് അടിച്ച് തകർത്ത് കഷ്ണം കഷ്ണമായി കിടന്നാൽ എങ്ങനെയുണ്ടാകും? ആ ഒരു അവസ്ഥയാണ് അമേരിക്കയിലെ മധ്യഭാഗത്തുള്ള സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് പലപ്പോഴും ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഏത് സമയത്തും സ്വന്തം വീട് വെറും നിമിഷങ്ങൾ കൊണ്ട് കശക്കി കഷ്ണങ്ങളാക്കി വലിച്ചെറിയപ്പെടും എന്ന ആശങ്കയില്ലാതെ അമേരിക്കയുടെ മധ്യഭാഗത്തുള്ള സംസ്ഥാനങ്ങൾക്ക് പുറത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവർ ആ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണെന്ന്. പക്ഷെ അത്തരം ഒരു ഭയപ്പാടോടെ ജീവിക്കുന്നവരാണ് അമേരിക്കയിലെ മധ്യഭാഗത്ത് ജീവിക്കുന്നവർ. അപ്പോ ഈ ടൊർണാഡോയുടെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആവശ്യത്തിന് ടൊർണാഡോ വീഡിയോകൾ ഇതിലേക്ക് കണ്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് ആ കാര്യത്തിൽ. അതുപോലെ ഞാൻ ഇനി വരുന്ന വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പോൾ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത് തന്നെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ. There goes that fence. There goes a whole bunch of stuff. And there goes a trash can. There goes a house of some sort. Here we go! Gotta be very careful as we come up on this thing. Oh my gosh!